മാനേജ്മെന്റ് സീറ്റിലൊന്നും നമുക്ക് വാങ്ങേണ്ട സാമ്പത്തിക സ്ഥിതി എന്നല്ല, ഇതെല്ലാം കടം വാങ്ങിയിട്ട് എടുത്തതാണ്. ഇപ്പം മൊത്തം കടത്തിലുള്ളു. പറയാൻ പോകുന്നത് ഒരു അവഗണനയുടെ കഥയാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മലബാറിലെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഇരുണ്ട കാലത്തുനിന്നേ തുടങ്ങുന്നു. ചരിത്രപരമായ ഈ അനീതി ഇന്ന് എത്തി നിൽക്കുന്നതാകട്ടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ ചവിട്ടിമെതിക്കുന്ന +2 സീറ്റ് ക്ഷാമത്തിലും. മലബാറിലെ +2 സീറ്റ് ക്ഷാമം 1998 പ്രീ ഡിഗ്രി കോഴ്സുകൾ കോളേജുകളിൽ നിന്ന് വേർപെടുത്തി സ്കൂളുകളിലേക്ക് മാറ്റിയപ്പോഴേ തുടങ്ങി. മലബാറിന്റെ ജനസംഖ്യാപരമായ പ്രത്യേകതകൾ കണക്കാക്കാതെ, സീറ്റുകൾ ആനുപാതികമായി വർദ്ധിപ്പിക്കാതെ വിദ്യാഭ്യാസ ഘടന തന്നെ തകർത്തു. പഠിക്കാനുള്ള അവകാശത്തിനായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തെരുവിലിറങ്ങിയിട്ടും കണ്ണിൽ പൊടിയിടലല്ലാതെ ശാശ്വത പരിഹാരം ആലോചനയിൽ പോലുമില്ല. ഹയർ സെക്കൻഡറിയിൽ മലബാറിനോടുള്ള അവഗണനയുടെ ഫയലിൽ 10,000-കണക്കിന് വിദ്യാർത്ഥികളുടെ കണ്ണീരുണ്ട്. മലബാറിന്റെ മണ്ണിൽ ഇവിടെ മാത്രം 10 കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും മനസ്സിൽ തീയാണ്. ഇഷ്ടവിഷയമോ സ്കൂളോ കിട്ടാത്തവർ. മിന്നും വിജയികൾക്കിടയിൽ പോലുമുണ്ട് ഇത്തരക്കാർ. സയൻസ് മെയിൽ കിട്ടും. ഫസ്റ്റ് ട്രയൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഫസ്റ്റ് കിട്ടും, ഫസ്റ്റ് ഒന്ന് വിചാരിച്ച് സെക്കൻഡ് കിട്ടും. പിന്നെ ഇപ്പോൾ വിളിച്ചപ്പോൾ പറയുന്നത് തേർഡിൽ വടി കിട്ടാൻ സാധ്യതയില്ല. സർക്കാർ പറയുന്നു സീറ്റ് ക്ഷാമമില്ല. എന്നാൽ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട് ജില്ലകളിലെ യാഥാർത്ഥ്യം ഈ കാപട്യത്തെ തകർക്കുന്നു. അസന്തുലിത വിഭവ വിതരണം പരിഹരിക്കാൻ തെക്കൻ ജില്ലകളിലെ ഒഴിഞ്ഞുകിടക്കുന്ന ചില ബാച്ചുകൾ ഷിഫ്റ്റ് ചെയ്തു. 3 വർഷമെന്ന സമയപരിധി കഴിഞ്ഞിട്ടും സ്ഥിരപ്പെടുത്താത്ത താൽക്കാലിക ബാച്ചുകളാണ് ഏറെയും. എന്നിട്ടും സീറ്റില്ലാതെ 10,000-ങ്ങൾ. അനീതിയുടെ ആഴം സീറ്റ് നിഷേധത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. അധ്യാപക വിദ്യാർത്ഥി അനുപാതത്തിൽ, ആവശ്യത്തിന് സ്ഥിരം അധ്യാപകരെ നിയമിക്കാത്തതിൽ എല്ലാം കരിനിഴലായുണ്ട് വിവേചനം. ഇത് +1 പ്രവേശന കാലമാണ്. മലബാറിൽ 90,000 വിദ്യാർത്ഥികൾ സീറ്റിനായി നെട്ടോട്ടത്തിലാണ്. മലപ്പുറത്ത് 82,150 SSLC വിജയികൾ, 60,200 സീറ്റുകൾ, 21,950 പേർക്ക് സീറ്റില്ല. കോഴിക്കോട് 10,200, കണ്ണൂർ 5,600, കാസർഗോഡ് 4,500, പാലക്കാട് 2,800. തിങ്ങി നിറഞ്ഞ ക്ലാസ് മുറികളാണ് മലബാറിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ. ശരാശരി അധ്യാപക വിദ്യാർത്ഥി അനുപാതം ഒരധ്യാപകന് 60 വിദ്യാർത്ഥിക്കും മുകളിൽ. അതായത് ഒരധ്യാപകന് 30 വിദ്യാർത്ഥി എന്ന മാനദണ്ഡത്തിന് നേരെ ഇരട്ടി. മലബാറിൽ 11,000-ലേറെ താൽക്കാലിക അധ്യാപകരെ വെച്ചാണ് അധ്യാപനം. ഇതും പഠന നിലവാരം തകർക്കുന്നു. ലക്ഷങ്ങൾ മുടക്കിയാൽ മാനേജ്മെന്റ് കോട്ടയിൽ സീറ്റുണ്ട്. അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ കോച്ചിംഗ് സെന്ററുകളിൽ വിട്ട് പഠിപ്പിക്കാം. കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ രക്ഷിതാക്കൾ പണം കടമെടുത്തും കോച്ചിംഗ് സെന്ററുകളിലേക്ക് ഓടുകയാണ്. അപ്പോഴും ഈ കണക്കും കൂടി ചേർത്ത് മേനി നടിക്കുന്നു സർക്കാർ. ഈ പ്രതിസന്ധിക്കിടയിലും +2 സീറ്റ് ക്ഷാമത്തിലെ പ്രതിഷേധം രാഷ്ട്രീയ മുതലെടുപ്പിനെന്ന പേരിൽ കണ്ണടയ്ക്കുകയാണ് സർക്കാർ. മലബാറിനെ പരിഹസിക്കുന്നു സർക്കാരിൻ്റെ വാദങ്ങൾ. 2014 4,762 സീറ്റുകൾ ഒഴിഞ്ഞുകിടന്നെന്ന് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് RTIക്ക് മറുപടി നൽകി. അതേസമയം യാഥാർത്ഥ്യം മറിച്ചാണ്. മലപ്പുറത്ത് 73,746 പേർ വിജയിച്ചപ്പോൾ ആകെയുണ്ടായിരുന്നത് 56,000 സീറ്റുകൾ. 17,000-ന് സീറ്റ് കിട്ടിയില്ല. അതോടെ വിദ്യാർത്ഥികൾക്ക് മറ്റു വഴികൾ തേടേണ്ടി വന്നു. ഇഷ്ടമില്ലാത്ത കോഴ്സുകൾ പഠിക്കേണ്ടിയും വന്നു. 2018-ലും ഇതേ ആവർത്തനം. ആർക്കും സീറ്റ് നഷ്ടമാകില്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മലപ്പുറത്ത് 28,804, പാലക്കാട് 9,695 സീറ്റിൻ്റെയും കുറവ് എന്നത് യാഥാർത്ഥ്യം. 2020 എല്ലാവർക്കും സീറ്റ്, KT ജലീൽ പറഞ്ഞു. 4,24,772 വിജയികൾ, 3,59,507 സീറ്റുകൾ, 65,265 വിദ്യാർത്ഥികൾക്ക് 2020-ലും സീറ്റ് ലഭിച്ചില്ല. 2023 97 പുതിയ ബാച്ചുകൾ ക്ഷാമം പരിഹരിക്കും, മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. നടപടി സ്വീകരിച്ചൊക്കെ പോരല്ലോ, ഞാൻ പറഞ്ഞല്ലോ പോരുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പം അനുവദിച്ച ഗവൺമെന്റ് സ്കൂളുകളാണ്. ഏത് സ്കൂളും കൂടെ അനുവദിക്കുമ്പോഴേ മാത്രമേ അവിടുത്തെ വിഷയങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് കഴിയുള്ളൂ. ഇനിയും ബാക്കി അവശേഷിക്കുന്ന എത്രയാണെന്ന് നോക്കിയാൽ അതിന് പരിഹാരം കാണും. പക്ഷേ 15,784 വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിച്ചില്ല. മലപ്പുറത്ത് മാത്രം ഇത് 5,158.
2024 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു. മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. അൺഎയ്ഡഡ് സീറ്റുകൾ നമ്മൾ ഒഴിവാക്കിയാൽ ഒഴിവാക്കാം തന്നെ 11,083 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കും. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം എന്ന് പറയാൻ കാരണം പ്ലാൻ ചെയ്തുള്ള ഒരു നടപടിയാണ്. ഒന്നാമത്തെ സീറ്റ് അലോട്ട്മെന്റ് വരുന്നതിന് മുമ്പ് തന്നെ സമരം ആരംഭിച്ചു. എന്നാൽ മലബാറിലെ യാഥാർത്ഥ്യം മന്ത്രി വി അബ്ദുറഹ്മാൻ തന്നെ പിന്നീട് പറഞ്ഞു. സീറ്റ് ക്ഷാമമുണ്ട്. 15,784 പേർക്ക് ഇവിടെ സീറ്റില്ല. മലപ്പുറത്ത് 79,730 വിജയികൾ, 59,690 സീറ്റുകൾ, 14,870 വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിച്ചില്ല. ഈ കണക്കുകളിൽ ചെറിയ മാറ്റങ്ങളുണ്ടെന്ന് സർക്കാരിന് വാദിക്കാം. അപ്പോഴും യാഥാർത്ഥ്യം മൂടിവെക്കാനാകില്ല. താൽക്കാലിക ബാച്ചുകളും 30% മാർജിനൽ സീറ്റ് വർധനയും സൃഷ്ടിച്ചത് മറ്റൊരു പ്രതിസന്ധിയാണ്. സീറ്റ് കിട്ടിയാലും ദുരിതം തീരുന്നില്ല. 65 മുതൽ 75 വരെ വിദ്യാർത്ഥികളാണ് ഒരു ക്ലാസ്സിൽ. പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് പകരം പരസ്പരം പഴിചാരി രക്ഷപ്പെടാനാണ് മുന്നണികളുടെ ശ്രമം. മുൻ ഭരണകാലത്തെ തെറ്റ് എന്ന് വി ശിവൻകുട്ടി 2023 വാദിച്ചു. 2025 പ്രശ്നപരിഹാരമില്ല, ശാശ്വത നയവും നിക്ഷേപവുമില്ല. ഒരു പതിറ്റാണ്ടായി മലബാറിന്റെ തെരുവുകൾ പഠിക്കാനുള്ള അവകാശത്തിനായി സമരനിരയിലാണ്. വിദ്യാഭ്യാസ അവകാശ മാർച്ചുകൾ കണ്ടു. സീറ്റ് ഫോർ ഓൾ മുദ്രാവാക്യങ്ങൾ ഉയർന്നു. എന്നാൽ യാഥാർത്ഥ്യത്തിനു നേരെ കണ്ണടയ്ക്കും പോലെ സമരങ്ങൾക്ക് നേരെയും സർക്കാർ കണ്ണടയ്ക്കുന്നു. ഇന്നനുഭവിക്കുന്ന സീറ്റ് പ്രതിസന്ധിയുടെ കാര്യത്തിൽ മാറി മാറി വന്ന ഇടതു വലതു മുന്നണികൾ പ്രതിക്കൂട്ടിലാണ്. നിരവധി വിദ്യാഭ്യാസ മന്ത്രിമാരും മറ്റു മന്ത്രിമാരും മലബാർ മേഖലയിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിലും അർഹിച്ച അവകാശങ്ങൾ പോലും ചോദിച്ചു വാങ്ങാൻ അവർക്കായില്ല. മലബാറിന്റെ പ്രതിസന്ധി അവസാനിപ്പിക്കാൻ ശാസ്ത്രീയ പരിഹാരങ്ങളുണ്ട്. പുതിയ ബാച്ചുകളും സ്കൂളുകളും വേണം. അതിനു മുൻപ് വലിയ സാമ്പത്തിക ബാധ്യതയില്ലാതെ തന്നെ ഷിഫ്റ്റഡ് ബാച്ചുകളും താൽക്കാലിക ബാച്ചുകളും സ്ഥിരപ്പെടുത്തണം. 6,000 സ്ഥിരം അധ്യാപക നിയമനങ്ങളെങ്കിലും ഉടൻ നടത്തണം. ജനസംഖ്യാനുപാതത്തിൽ സീറ്റുകൾ പുനഃക്രമീകരിക്കണം. തെക്കൻ ജില്ലകളിലെ അധിക സീറ്റുകൾ മാറ്റണം. മലബാറിൽ മാത്രം അധ്യാപക വിദ്യാർത്ഥി അനുപാതത്തിൽ വെള്ളം ചേർക്കരുത്. വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിയെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്നവർ കണ്ണടച്ച് ഇരുട്ടാക്കരുത്. മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയിട്ടും തൊട്ടടുത്ത വിദ്യാലയവും ഇഷ്ടപ്പെട്ട കോഴ്സും തിരഞ്ഞെടുക്കാനാകാത്ത ദുരവസ്ഥയ്ക്ക്, സീറ്റില്ലാത്ത പ്രതിസന്ധിക്ക് മാറ്റമുണ്ടാകണം. ഇനിയും നമ്മുടെ കുട്ടികൾ അനീതിയുടെ ഇരകളായി തുടരരുത്. അവഗണനയുടെ ചരിത്രം വകഞ്ഞുമാറ്റാൻ വിദ്യാർത്ഥികൾ സമരത്തിനിറങ്ങേണ്ട സ്ഥിതിവിശേഷത്തിന് മാറ്റമുണ്ടായേ മതിയാകും.